ഹലോ കൂട്ടുകാരി, ഞങ്ങളുടെ പറമ്പിൻ്റെ താഴെ ഒരു വലിയ പാടങ്ങളുണ്ട്. ആ പാടത്തിൽ ഇവിടുത്തെ ചേട്ടന്മാർ വച്ചേക്കണ കപ്പ കൃഷിയാണിത്. ഇനി കപ്പ എല്ലാം പറിച്ച് കഴിയുമ്പോൾ വാഴ കൃഷി നടും. വാഴയുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇവർ കപ്പ നടും. ഇപ്പോൾ ഈ കപ്പ ഏകദേശം പറിക്കാറായി എന്ന് തോന്നുന്നു. മൂത്തിട്ടൊന്നുമില്ല എൻ്റെ തണ്ടുകൾ. എങ്കിലും കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് കണ്ടോ നട്ടേക്കണത്. ഓരോരോ വരിയിലും അങ്ങറ്റം വരെ ഉണ്ട് കണ്ടോ. ഇതൊരു വരി അങ്ങറ്റം വരെ ഉണ്ട് കണ്ടോ. എന്ത് ഭംഗിയിലാണ് നട്ടേക്കണേ. ഇതെല്ലാം പറിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത കപ്പ വെച്ചേക്കുന്നതാണ്. കുഞ്ഞി കപ്പ, വലിയ കപ്പ പറിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കപ്പകളൊക്കെ ഒന്ന് വലുതായി പാകമാകും. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കൃഷികൾ. ഒരു ചേട്ടനാണ് കൃഷി ചെയ്യുന്നത്. ചെറിയ ചെറിയ കപ്പ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പറിക്കും. ഇത് പറിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കുഞ്ഞു കപ്പകൾ തൈ പറിക്കാറാവും. എന്ത് ഭംഗിയല്ലേ കാണാൻ. കണ്ടോ, എത്ര ഭംഗിയായിട്ടായിരിക്കുന്നു. ഈ തോട്ടിലാണ് കൊച്ചുങ്ങൾ മീൻ പിടിക്കാൻ വരുന്നത്. മീൻ കിട്ടാറുണ്ട് കേട്ടോ. വലിയ ബ്രാലൊക്കെ വരും. മഴ പെയ്യുന്ന സമയമാകുമ്പോൾ വലിയ ബ്രാല് വരും. ബ്രാലൊക്കെ ഈ തോട്ടിൽ നിന്ന് പിടിക്കാറ്. ഇതുണ്ടോ, ഇങ്ങനത്തെ തോടുകളിൽ നിന്നാണ് കൊച്ചുങ്ങൾ ബ്രാലിനൊക്കെ പിടിക്കുക. എങ്ങനെയാ അറിയാൻ ഇവിടെ തെന്നലൊക്കെ ഉണ്ട്. കൊച്ചുങ്ങൾ എങ്ങനെയാണ് വരാമെന്നറിയാം. ഇതേപോലത്തെ തോട്ടിലാണ്. ഇതുണ്ടോ, ഒരാൾ കുഞ്ഞു മീനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. വല കാണിച്ച മോനെ. ഇതേണ്ട, ഈ കുഞ്ഞു വലയും കൊണ്ടാണ് കൊച്ചുങ്ങൾ കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിക്കണേ. അവർക്കൊരു ഹരമാണ്. എന്ത് ഭംഗിയല്ലേ ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ. കപ്പ മോൻ വീഴല്ലേട്ടാ. മക്കളെ വാ പോവാം, സന്ധ്യയായി. കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് കാണുന്നതല്ലേ. നല്ല ഭംഗിയാണ്. അങ്ങറ്റം വരെയുണ്ട്. ഇത് കഴിയുമ്പോൾ പറിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ ചേട്ടൻ വാഴ നടും. അതും ഇതേപോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ബൈ.